എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നാമിടയും ചോച്ചിയും ഗേൾസും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ കാർഡ്സ് കളിക്കുകയാണ്. അവർ കാർഡ്സ് ഒക്കെ കളിച്ച് ഓരോരുത്തരെ തോൽപ്പിച്ച് ഇപ്പോൾ അവരുടെ വിജയം അത് അടിപൊളിയാക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബൊറൂട്ടോ ആണ് ടീം. അവരാണെങ്കിൽ ബൊറൂട്ടോയുടെയും സാറുടെയും ലാസ്റ്റ് ടൈം മിഷനും അവരെടുത്ത ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പരസ്പരം അങ്ങനെ സംസാരിക്കുകയാണ്. ഒരു സാമുറായി പെണ്ണാണെങ്കിൽ ബൊറൂട്ടോയുടെ കയ്യിലേക്ക് നോക്കും. ഓ നോ, നിന്റെ കയ്യിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടല്ലേ. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇതൊന്നും അത്ര വലിയ പരിക്കല്ല, ഇതൊക്കെ എനിക്ക് സ്ഥിരം പറ്റാറുള്ളതാണെന്ന് പറഞ്ഞ് അവനെ കയ്യിലേക്ക് നോക്കും. അടുത്ത നിമിഷം കയ്യിൽ നിന്ന് നല്ല വേദന അനുഭവപ്പെട്ട് അവൻ വേദന കൊണ്ട് പെടയാനായിട്ട് തുടങ്ങും. അത് കണ്ട് ഷിക്കടയാണെങ്കിൽ അവനെ കളിയാക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് ദേഷ്യം കൂടി വരും. ഉടനെ ഷിക്കടയാണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് അവനോട് ചോദിക്കും, ആ ഒരു പവർഫുൾ റസംഗൺ പവർ അത് നിനക്ക് മാസ്റ്റർ കാക്കാഷി അല്ലേ പഠിപ്പിച്ചു തന്നെ? വിരോധമില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അതൊന്നുകൂടെ കാണിച്ചു തരാമോ? അതിന് ബൊറൂട്ടോ പറയും, അയ്യോ ഇല്ല ഇല്ല, വെറുതെ ആ പവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ചാൽ അതെനിക്ക് തന്നെ വലിയ പ്രശ്നമായിട്ട് തീരും. നമ്മുടെ ആശാന്മാരാണെങ്കിൽ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഡെങ്കി അവൻ എന്തൊക്കെയോ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് അതുവഴി കടന്നു പോവുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഹൊക്കാഗെ ഓഫീസ് കാണിക്കും. അവിടെയാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ സായിയും ഹൊക്കാഗെ ആന്റിയും കാക്കാഷിയും അവരെത്തിയിരിക്കുകയാണ്. ഉടനെ കൊനഹമാരുവും സെൻസായും അവിടേക്ക് കടന്നു വരും. അവർ നടന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് പങ്കുവെക്കുകയാണ്. ആക്ച്വലി ആ വിക്ടറും ദീപ വില്ലനും അവർ രണ്ടുപേരും ചേർന്ന് ഫോർത്ത് നിഞ്ച വാറിൽ ആകുയ അവൾ ക്രിയേറ്റ് ചെയ്തതുപോലെ ആ ഡൈവൺ ട്രീ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവരെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ആ സമയത്ത് കറക്റ്റ് സമയം ഒറോച്ചിമാറു അവൻ അവിടേക്ക് വന്ന് അത് തടഞ്ഞു. ഫോർത്ത് നിഞ്ച വാറിൽ അവര് ആ ഡൈവൺ ട്രീയുടെ ചില പാർട്സും ഹാസ്ര സെൽസും എല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചാണ് ഈ ഒരു എക്സ്പെരിമെന്റ് അത് ചെയ്തത്. അത് കേട്ട് സായി ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്രോൾ കാണിക്കും. ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത ചില എവിഡൻസ് ആണെന്ന് പറഞ്ഞ് അവനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവരെല്ലാവരും ആ ഒരു എവിഡൻസ് കണ്ട് ഷോക്ക് ആവുകയാണ്. കാരണം കാറ ടീമുമായിട്ട് ആ ഒരു എവിഡൻസിന് നല്ല സാമ്യമുണ്ട്. ഹൊക്കാഗെ ആന്റി ആണെങ്കിൽ തീർത്തു പറയും, തീർച്ചയായിട്ടും അവർക്ക് ആ കാറ ടീമുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. ആക്ച്വലി കാറ ടീം അവരെല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്താണ് ഇരുന്നത്. ഇതൊരു വലിയ പ്രശ്നമായി തീർന്ന ലാൻഡ് ഓഫ് ഫയറിനെ മാത്രമായിരിക്കില്ല, മറ്റുള്ള എല്ലാ നേഷൻസിനെയും ഇത് ബാധിക്കും. അതിന് നറൂട്ടോ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി 5 നേഷൻസിന് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു. അവര് അതിനുള്ള പ്രിക്കോഷൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഹനാബിയെ കാണിക്കും. ഹനാബി ആണെങ്കിൽ ക്ലൗഡ് വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. വിൻ വില്ലേജിലേക്ക് ചോച്ചി എന്നിങ്ങനെ ഒരുപാട് പേര് 5 വില്ലേജിലേക്കുമായിട്ട് പോയി കഴിഞ്ഞു. ഇവിടെ സായി ആണെങ്കിൽ വീണ്ടും പറയും, ഞാൻ ചില പ്രത്യേക കാര്യങ്ങൾ കൂടെ അവിടുന്ന് നോട്ട് ചെയ്തു. ഒരു വെസല് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഞാൻ അല്പസമയത്തിന് ശേഷം അവിടേക്ക് വന്നപ്പോൾ ആ ഒരു വെസല് അതവിടെ കാണാനില്ല. അത് കേട്ട് വീണ്ടും അവർ ഷോക്കാവും. കട്ട് ചെയ്ത ലാൻഡ് ഓഫ് സ്റ്റോൺ കാണിക്കും. അവിടേക്ക് ഹനാബി വന്ന് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഹൊക്കാഗെയോട് പറയാണ്. മാത്രമല്ല ഡോക്ടർ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ട കാര്യവും അവള് അവരോട് ഷെയർ ചെയ്യും. ഹൊക്കാഗെയാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഷോക്ക്. ആ ഹൊക്കാഗെ ആണെങ്കിൽ ഹനാബിയോട് ചോദിക്കും, ഒരുപക്ഷെ എൻ്റെ പപ്പയ്ക്കും അവർക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവോ? അതിന് അവള് പറയും, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഒരുപക്ഷെ ആ വിക്ടറും ടീമും ആളെ അവരുടെ ഇഷ്ടത്തിന് യൂട്ടിലൈസ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. ഇവിടെ നറൂട്ടോയും ടീമും ആണെങ്കിൽ ഇപ്പോൾ ഡിസ്കഷൻ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. വിക്ടറിന്റെ കൂടെയുള്ളവർ ഓരോ നേഷൻസിലും സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഒരു സംശയമായിരിക്കും അവർക്കിപ്പോൾ ഉണ്ടാവുക. മനോമാരും ആണെങ്കിൽ ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും, ആ ഡോക്ടർ പറഞ്ഞത് ഈ എക്സ്പെരിമെന്റിൽ പുറത്തു നിന്നുള്ള ആളാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ സായിക്കും പഴയ ചില ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. വില്ലേജിൽ വെച്ച് ഒരാളുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് കാറയാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ്. മിക്കവരുമാണെങ്കിൽ തീർത്ത് പറയും, എന്തായാലും എല്ലാ രാജ്യത്തിലും ഓരോ സ്പൈ അതുണ്ട്. ആ സ്പൈ ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. ലീഫ് വില്ലേജിലും ഒരു സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐലാൻഡിന്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്ന ഒരു സ്പൈ അവനെ കണ്ടെത്തണം. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡായി ഇപ്പൊ പുറത്തേക്ക് നോക്കും. ജനങ്ങളെ അവിശ്വസിക്കാനായിട്ട് അവന് മനസ്സ് വരുന്നില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും ഫ്രണ്ട്സും അവരങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പോഴും അവന്റെ കൈക്ക് നല്ല പെയിനുണ്ട്. ഉടനെ ഡെങ്കി ആണെങ്കിൽ ഇപ്പൊ അവരുടെ മുൻപിലേക്ക് വരും. അവന്റെ പുറത്ത് വലിയ വെയിറ്റ് ഉള്ള എന്തോ ഒരു സാധനമുണ്ട്. ഡെങ്കി ഇപ്പൊ അവരോട് ഹെൽപ്പ് ചോദിക്കും, പ്ലീസ് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഈ വലിയ സാധനം അത് ആ മലയ്ക്ക് മുകളിൽ എത്തിക്കാൻ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം.
അത് കേട്ട് അവരും ഇപ്പൊ ആ വലിയ സാധനം ഉയർത്തിയെടുത്ത് മലയുടെ മുകളിലേക്ക് കൊണ്ടുവരും. അവിടെ മെറ്റലിനെയും ഇവാബയും അവര് എന്തൊക്കെയോ ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കും ടീമിനും ഏകദേശം അവരൊരു പാരച്യൂട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നറൂട്ടോ ആണെങ്കിൽ ലീഫ് വില്ലേജിന്റെ ആ ഒരു കവാടത്തിന്റെ അടുത്തേക്ക് വരും. സെക്യൂരിറ്റീസ് അവരവരുടെ ഹൊക്കാഗെ നറൂട്ടോയെ കണ്ട് ബഹുമാനത്തോടു കൂടെ ആളുടെ അടുത്തേക്ക് വരും. സാർ, നിങ്ങൾ ഇവിടേക്ക് വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തെങ്കിലും ഞങ്ങളോട് പറയാനോ അറിയിക്കാനോ അങ്ങേക്കുണ്ടോ? ഉടനെ നറൂട്ടോ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് വന്നതാണ്. ഗ്രാമത്തിലേക്ക് ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ആൾക്കാർ വരാറും പോവാറും ഉണ്ടല്ലേ? സെക്യൂരിറ്റീസ് പറയും, അതെ, ഒരുപാട് പേര് ഇപ്പോൾ വന്നും പോയും ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഗേറ്റിന്റെ ഭാഗത്ത് സെക്യൂരിറ്റീസ് ആയിട്ടുള്ളവർ വളരെ കുറവാണ്. ഞങ്ങൾ തന്നെയാണ് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ പരിഹരിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നറൂട്ടോ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് നോക്കും. അതിനുശേഷം ഇപ്പൊ അവരോട് പറയും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഞാൻ തരാം. ഈ ഗേറ്റ്, ഈ ഭാഗത്തുള്ള ശ്രദ്ധ അത് വളരെയധികം കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കണം. അതിനാ സെക്യൂരിറ്റീസും ഇപ്പോൾ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ടീം അവര് ആ ഒരു ചാക്ക് തുറന്ന് അതിലുള്ള സാധനം അതങ്ങനെ പുറത്തേക്ക് വിരിച്ചു വെക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചത് പോലെ തന്നെ അതൊരു പാരച്യൂട്ടാണ്. നറൂട്ടോ ആണെങ്കിൽ സെക്യൂരിറ്റീസിന് ശേഷം ഇപ്പോൾ ലീഫ് വില്ലേജിലെ പോലീസുകാരെ അവരെ കണ്ട് അവരോട് സംസാരിക്കും. മെയിൻ പോലീസ് ഓഫീസർ ആണെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നറൂട്ടോട് പറയും. ആക്ച്വലി അയലാൻഡ് പഴയതുപോലെയല്ല. ആക്ച്വലി നമ്മുടെ വില്ലേജ് അത് പഴയതുപോലല്ല. ഇപ്പോൾ ഒരുപാട് പേര് ഈ വില്ലേജിലേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് പലരും വിവാഹം കഴിച്ച് അടുത്ത വില്ലേജിലേക്ക് പോകുന്നുണ്ട്. മെയിൻ ഗേറ്റ് മാത്രമല്ല നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് വരാനുള്ള പാസേജ്, വേറെയും പല പല പാസേജുകളുണ്ട്. അതിലൂടെ പലരും ഇവിടേക്ക് വരുന്നു പോകുന്നു. പക്ഷെ ഇതുവരെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ആക്ഷൻ സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ഈ ചുമരുകൾ കണ്ടില്ലേ? ഇവിടെയുള്ള ചില വികൃതി പിള്ളേര് അവരാണ് ഇവിടെ മുഴുവൻ വരച്ച് നാശമാക്കിയത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇത് ക്ലീൻ ചെയ്യുകയാണ്. അത് കേട്ട് നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ആ ചുമരിലേക്ക് നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് കാക്കാഷിയുടെ അടുത്തേക്ക് വരും. നറൂട്ടോ കാക്കാഷിയോട് പറയും, ഗേറ്റ് അത് ക്ലോസ് ചെയ്യാതെ വേറെ വഴിയില്ല. എങ്കിലും മാത്രമേ സ്പൈ ആരാണെന്ന് കണ്ടെത്താൻ പറ്റൂ. കാക്കാഷി ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ നറൂട്ടോയെ സപ്പോർട്ട് ചെയ്യാണ്. നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെയിനെ ഇപ്പൊ കാക്കാഷി പിടിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ആൾക്കാർ അവരെല്ലാവരും ചേർന്ന് ആ ബലൂൺ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവാബയും മെറ്റലും അവർ രണ്ടുപേരെയുമാണ് ആ ബലൂണിനകത്ത് കയറ്റി എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഉടനെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടേക്ക് വരികയാണ്. അല്പസമയം കഴിയുമ്പോൾ നറൂട്ടോയും ആ കാഴ്ച കണ്ട് അവരുടെ അടുത്തേക്ക് വരും. നറൂട്ടോയെ കാണേണ്ട താമസം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയും അത്ഭുതവും. കാരണം ഹൊക്കാഗെയാണ് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വന്നത്. നറൂട്ടോ ആണെങ്കിൽ ആ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഇപ്പൊ ഡെങ്കിയോട് ചോദിക്കും. ഡെങ്കി വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു പ്രത്യേകതരം ഡിവൈസ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു നേഷനുമായിട്ട് കണക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു ഡിവൈസിന്റെ സഹായത്താൽ ബലൂൺ ഉപയോഗിച്ച് നമുക്ക് ഈസിയായി അടുത്തൊരു ഗ്രാമത്തിലേക്ക് ഫ്ലൈ ചെയ്യാനും കഴിയും. അതാണ് ഇപ്പൊ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു ബലൂണിന്റെ ഫയർ കൂട്ടുകയാണ്. ഫയർ കൂട്ടുമ്പോൾ അത് കുറച്ചുകൂടെ തീവ്രമായിട്ട് മുകളിലേക്ക് പൊന്തി സ്പീഡിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഡെങ്കി ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. 800, 1000, 10,000 അടി മുകളിലേക്ക് ബലൂൺ കൊണ്ടുപോകും. അതിനുശേഷം ഡിവൈസ് ഉപയോഗിച്ച് ഇപ്പൊ അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇത് ഞാനാണ് ഡെങ്കി, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അതാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. മെറ്റലാണെങ്കിൽ ശബ്ദം കേട്ട് ആ ഡിവൈസിലൂടെ തിരികെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അത് കേട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം വലിയൊരു റെവല്യൂഷനാണ് ഇപ്പൊ നമ്മുടെ ഡെങ്കി കണ്ടെത്തിയിരിക്കുന്നത്. അത് കാണുമ്പോൾ എല്ലാവരും ആഹ്ലാദത്തിൽ തുള്ളിച്ചാടും. നറൂട്ടോയും ഇപ്പൊ ഡെങ്കിയെ അഭിനന്ദിക്കും. അതിനുശേഷം അവനാണെങ്കിൽ തിരികെ ആ ബലൂൺ അവിടേക്ക് കൊണ്ടുവരികയാണ്. ബലൂണിൽ ഓൾമോസ്റ്റ് അതിന്റെ ഫ്യൂല് തീർന്നിരിക്കുകയാണ്. സോ എല്ലാവരും ചേർന്ന് ആ ബലൂണിന്റെ കയറിൽ അതിൽ പിടിച്ച് വലിച്ച് ബലൂൺ താഴേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയ്ക്കാണെങ്കിൽ ആ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. നറൂട്ടോ ആണെങ്കിൽ ഷിക്കമറുവിനോടും സായിയോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും. നമ്മുടെ ചക്ര പവർ അതുപയോഗിച്ച് എല്ലാവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി സായി ആണെങ്കിൽ ഒരു സർവൈലൻസ് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമുക്ക് ലീഫ് വില്ലേജിന്റെ ഗേറ്റ് അത് ക്ലോസ് ചെയ്യാതെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടെത്താനായിട്ട് കഴിയും. അതൊരല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മൾ മനസ്സ് വെച്ചാൽ അത് സാധിക്കും. ആരുടെ ഹൈഡൌട്ട് അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുമെന്ന് നറൂട്ടോ അടിച്ചു പറയും. കട്ട് ചെയ്ത
ആ കാറയുടെ ഹൈഡൌട്ട് കാണിക്കും. കാറയോടാണെങ്കിൽ ആരോ ഇപ്പൊ കാര്യമായിട്ട് സംസാരിക്കുന്ന മറ്റാരുമല്ല, സാക്ഷാൽ വിക്ടർ. ജീഗയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ വിക്ടറിനോട് പറയും, നീ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞു, അത് ഓർഗനൈസേഷന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇൻവിസിബിൾ ആവും. ഇവിടെ വിക്ടർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് പരുക്കളൊക്കെ പറ്റിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.